75 വയസ്സ് പൂർത്തിയായാൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിരമിക്കുമോ? അതാണിപ്പോൾ ദേശീയ തലത്തിൽ ഇമ്മിണി വലിയ ചർച്ചയായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ അതിൻ്റെ അനുസാരിയായിട്ട് വേറെയും ചർച്ചകളുണ്ട്, വേറെയും വിഷയങ്ങളുണ്ട്. മോദി വിരമിച്ചാൽ ആരായിരിക്കും അദ്ദേഹത്തിന്റെ പിൻഗാമി? ഹൂ ആഫ്റ്റർ നരേന്ദ്രമോദി? അതിന് യോഗ്യരായ പലരുമുണ്ട്. നമ്മുടെ അമിത്ഷാ ഉണ്ട്, ഇപ്പോ മന്ത്രിസഭയിൽ രണ്ടാമനാണ്, 60 വയസ്സേ ഉള്ളൂ. പിന്നെ UP മുഖ്യമന്ത്രി വെറും 53 വയസ്സ് മാത്രമുള്ള ചെറുപ്പക്കാരൻ എന്ന് പറയാവുന്ന യോഗി ആദിത്യനാഥ്. പിന്നെ ഭരണരംഗത്ത് വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള നമ്മുടെ നിതിൻ ഗഡ്കരി, അദ്ദേഹത്തിന് ഇപ്പോ 68 വയസ്സായി. അങ്ങനെ പലരുടെയും പേരുകൾ നമുക്ക് പറയാം. സത്യം പറഞ്ഞാല് ഈ ചർച്ചയ്ക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം മോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കും മുതൽ നമ്മൾ അദ്ദേഹത്തെ കാണുന്നതാ. അദ്ദേഹത്തെ മനസ്സിലാക്കാനും പഠിക്കാനും ചെറിയ തോതിൽ ശ്രമിച്ചിട്ടുമുണ്ട്. അങ്ങനെ നമുക്കറിയാവുന്ന മോദി, നരേന്ദ്രമോദി, നമ്മുടെ പ്രധാനമന്ത്രി 75 അല്ല 85 വയസ്സ് കഴിഞ്ഞാലും വിരമിക്കാൻ പോകുന്നില്ല. അതാണ് അദ്ദേഹത്തിന്റെ പ്രകൃതം. അദ്ദേഹം ഈ രാജ്യത്തെ സേവിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് പ്രായമോ അല്ലെങ്കിൽ റിട്ടയർമെന്റോ ഒരു പരിമിതിയാവുകയേ ഇല്ല. അതാണ് വാസ്തവത്തിൽ സത്യം. പിന്നെ എന്തിനാണ് ഈ ചർച്ച എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. അതിനൊരു കാരണമുണ്ടായി. നമ്മുടെ RSSന്റെ സർസംഘചാലക് മോഹൻ ഭാഗവത് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്തിനിടയിൽ ഒരു അഭിപ്രായം പറഞ്ഞു. അതായത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവര് 75 വയസ്സ് തികഞ്ഞാൽ റിട്ടയർ ചെയ്യണം. RSSന്റെ സൈദ്ധാന്തികനായിരുന്ന മോറോപാത് പിംഗളെ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, പഴയകാല നേതാവാണ്, വളരെ പ്രമുഖനായ നേതാവായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു പുസ്തകം പ്രകാശനം ചെയ്യുമ്പോഴാണ് അദ്ദേഹം ഈ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത്. അക്കൂട്ടത്തിൽ പിംഗളെ പണ്ട് പറഞ്ഞ ഒരു വാചകം കൂടി അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പിംഗളയ്ക്ക് 75 വയസ്സായപ്പോൾ അദ്ദേഹത്തിനെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ഷാൾ അണിയിച്ചു, അദ്ദേഹത്തെ കുറിച്ച് ധാരാളം ആളുകൾ സംസാരിച്ചു. അതിന് മറുപടി പറയുമ്പോൾ ശ്രീ പിംഗളെ പറഞ്ഞു, 75 വയസ്സ് തികഞ്ഞ് ഒരാളെ ഒരു ഷാളൊക്കെ അണിയിച്ച് ആദരിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് നിങ്ങളുടെ സമയം കഴിഞ്ഞു, നിങ്ങൾ ഇനി റിട്ടയർ ചെയ്യണം, നിങ്ങൾക്ക് ഇനി വിശ്രമ ജീവിതത്തിലേക്ക് പോകാം. അതാണ് ആ ഷാൾ അണിയിക്കലിന്റെ ഒരു അർത്ഥമെന്ന് അന്ന് മോറോപാത് പിംഗളെ പറഞ്ഞിരുന്നു. അതുകൂടെ ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മുടെ സർസംഘചാലക ശ്രീ മോഹൻ ഭാഗവത് ഈ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത്. ഇതേ തുടർന്നാണ് ഈ ചർച്ച ഉണ്ടാകുന്നത്. അപ്പൊ മോഹൻ ഭാഗവത് അങ്ങനെ ഒന്ന് പറഞ്ഞാൽ അത് ആരെ കുറിച്ചായിരിക്കും? എന്താ സംശയം? അതിനിപ്പോ കബഡി തിരുത്തൊന്നും വേണ്ട, അത് നമ്മുടെ മോഡിയെ കുറിച്ചാ. അക്കാര്യത്തിൽ കോൺഗ്രസിനോ മറ്റു പ്രതിപക്ഷ കക്ഷികൾക്കോ BJPയിലെ മിക്ക നേതാക്കൾക്കുമോ യാതൊരു സംശയവുമില്ല. കാരണം അദ്ദേഹം 75 വയസ്സ് പൂർത്തിയാക്കാൻ പോവുക. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചായിരിക്കുമല്ലോ പറഞ്ഞത്. അങ്ങനെയാണ് ഇതൊരു വലിയ ദേശീയ ചർച്ചാ വിഷയമായിട്ട് മാറിയത്. പ്രായോഗികമായി നോക്കുകയാണെങ്കിൽ ഈ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അത് RSSന്റെ ഒരു പോഷക സംഘടന മാത്രമാണ്. RSS പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി. അങ്ങനെ വരുമ്പോ നമ്മുടെ മോഹൻ ഭാഗവത് പറയുന്ന അച്ചട്ട, അത് അവസാന വാക്ക, അതിനൊരു അപ്പീലില്ല, അത് നടക്കുക തന്നെ വേണം. അതാണ് അതിന്റെ ഒരു രീതി. പക്ഷെ ഒരു കാര്യമുണ്ട്, മോഹൻ ഭാഗവത് ഒരു സാധാരണ മനുഷ്യനാ, ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജനിച്ച ആളാ. പക്ഷെ നമ്മുടെ പ്രധാനമന്ത്രിയോ, അദ്ദേഹം അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെത് ഒരു ബയോളജിക്കൽ ജന്മമല്ലെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗിന് തൊട്ട് മുമ്പ് News 18 എന്ന് പറയുന്ന ഒരു ടെലിവിഷൻ ചാനലിൽ നൽകിയ ഒരു അഭിമുഖ സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞെന്താ, എന്നെ പരമാത്മ ജഗദീശ്വരൻ ഭൂമിയിലേക്ക് അയച്ചതാ, ചില നിയോഗങ്ങളുമായി. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ നിവൃത്തിയായി കിട്ടുന്നതിന് വേണ്ടി ദൈവം തമ്പുരാൻ എന്നെ അയച്ചതാണ്. ഞാനൊരു സാധാരണ മനുഷ്യനല്ല. എന്റെ ജന്മം ദൈവദത്തമാണ്. എന്റെ ഈ ഊർജം, അതായത് മറ്റാർക്കുമില്ലാത്ത ഒരു എനർജി എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്, അത് ഒരു സാധാരണ മനുഷ്യർക്ക് ലഭിക്കുന്നതല്ല, അത് ദൈവദത്തമാണ്, ജഗദീശ്വരിൽ നിന്ന് ലഭിച്ചതാണ്. അങ്ങനെയുള്ള ഒരാളാണ് മോഡി. അപ്പം അദ്ദേഹം റിട്ടയർ ചെയ്യണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിയോഗം പൂർത്തിയായോ, അതിന് 75 വയസ്സ് എന്ന് പറയുന്ന ഒരു പരിമിതി നിശ്ചയിക്കണോ എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റുമോ? അതൊരു സാധാരണ മനുഷ്യനായ മോഹൻ ഭാഗവത്. എന്താണ് നമ്മുടെ നരേന്ദ്രമോദിജിയുടെ ഒരു അവതാര ഉദ്ദേശം? സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു ഹിന്ദു രാഷ്ട്രത്തിന്റെ സംസ്ഥാപനമാണ് അദ്ദേഹത്തെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ അഖണ്ഡ ഭാരതം എന്നുള്ളതാണ് സങ്കല്പം. ഈ അഖണ്ഡ ഭാരതത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യ കൂടാതെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക, നേപ്പാൾ, ഭൂട്ടാൻ, മാലിദ്വീപ് മുതലായ രാജ്യങ്ങളും കൂടി ഉൾപ്പെടുന്നു എന്നുള്ളത് ആലോചിക്കുമ്പോൾ ദയവ് ചെയ്ത് ചിരിക്കരുത്. അതാണ് നമ്മുടെ സങ്കല്പം, അഖണ്ഡ ഭാരത സങ്കല്പം.
അത് സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് നടക്കുമോ എന്നറിയില്ല. എങ്കിലും പാകിസ്ഥാന്റെ അധീനതയിലുള്ള കാശ്മീരെങ്കിലും പിടിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ടല്ലാതെ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് ഇറങ്ങുന്ന പ്രശ്നമേ ഇല്ല. നമ്മളിപ്പോ കാശ്മീരിന്റെ കാര്യത്തിൽ ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു, അത് നിറവേറ്റി. വഖഫ് അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്നിട്ടും തന്നെ അവന്മാരങ്ങോട്ട് ഒതുങ്ങിയിട്ടില്ലെന്നേ, കുറച്ചുകൂടെ ഒന്ന് ഒതുക്കാനുണ്ട്. നമ്മളിനി നോക്കുന്നത് ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരാനാണ്. അങ്ങനെ എത്ര കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നു, ബാക്കി നിൽക്കുകയാണ്. അത് മാത്രമല്ല, ഇനി എത്ര രാജ്യങ്ങൾ സന്ദർശിക്കാനുണ്ട്. ആ രാജ്യങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്ന പരമോന്നത സിവിൽ പുരസ്കാരങ്ങള്, ബഹുമതികള് എത്രയെണ്ണം ഇനി സ്വീകരിക്കാനുണ്ട്. അതൊക്കെ പൂർത്തിയാക്കാതെ 75 വയസ്സ് തികഞ്ഞു എന്നുള്ള ഒരു ഒറ്റ കാരണത്തിന്റെ പേരില് പ്രധാനമന്ത്രി പദം ഒഴിയണമെന്ന് പറയുന്നത് ഏറ്റവും ലളിതമായ ഭാഷയെ പറഞ്ഞാല് അന്യായമാണ്. സത്യത്തിൽ മോദി ഇപ്പോഴും ചെറുപ്പമാണ്. അത് വെറുതെയല്ല. അത് 70 വയസ്സുണ്ടോ 75 വയസ്സുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം. അദ്ദേഹത്തിന്റെ ഈ ഊർജം, എനർജി അത് നമുക്കാർക്കും കിട്ടുന്നതല്ല. അത് യോഗ ചെയ്തുകൊണ്ട് മാത്രം ലഭിക്കുന്നതല്ല. ദിവസവും ജിമ്മിൽ പോയാലും പറ്റത്തില്ല. അത് സാക്ഷാൽ ജഗദീശ്വരിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നതാ. അത്തരത്തിലുള്ള ഒരു വ്യക്തിയോട് ഈ റിട്ടയർമെന്റ് എന്നൊക്കെ പറയുന്നത് എന്തൊരു മോശപ്പെട്ട കാര്യമാണ്. ഇനി RSS അങ്ങനെ പറഞ്ഞു, അല്ലെ മോഹൻ ഭാഗവത് നിർബന്ധപൂർവം ഈ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചു. മോദി അത് സമ്മതിക്കാനും തയ്യാറായി എന്ന് വിചാരിക്കുക. വെറും വിചാരമാണേ, ഒരു തോന്നൽ മാത്രം. പക്ഷെ മോദിയുടെ ചീഫ് PRO ആയ പബ്ലിക് റിലേഷൻസ് ഓഫീസറായ നമ്മുടെ ശശി തരൂർ അത് സമ്മതിക്കുമോ? മോദി പ്രധാനമന്ത്രി പദം ഒഴിയാൻ നമ്മുടെ ശശി തരൂർ സമ്മതിക്കുമോ എന്നാ ചോദ്യം. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം നേരത്തെ ഈ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയ മോദിയെ കുറിച്ച്. വൈരുദ്ധ്യാത്മക സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു മോദി, അങ്ങനെയൊക്കെ വേണമെങ്കിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന് തോന്നുന്നു. മോദി ഒത്തിരി വിമർശിച്ചതാ. പക്ഷെ അത് പണ്ട് 2019 ഇപ്പം മോദി അങ്ങനല്ല. മോദി എന്ന് പറഞ്ഞാൽ തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കരിസ്മാറ്റിക് ലീഡറാ, ഊർജ പ്രവാഹമുള്ള നേതാവാ. ഇത് കഴിഞ്ഞ ദിവസം ലണ്ടനില് ഇന്ത്യയെ കുറിച്ചുള്ള ഒരു സ്പീച്ചിൽ പറഞ്ഞതാ, പ്രസംഗത്തിൽ പറഞ്ഞതാ. നേരത്തെ ഒരിക്കൽ പറഞ്ഞത് ദ പ്രൈം അസറ്റ് ഓഫ് ഇന്ത്യ എന്നാ മോദിയെ കുറിച്ച് ശശി തരൂർ പറഞ്ഞത്. അത് മാത്രമല്ല, ഈ പഴയ കോൺഗ്രസ് സർക്കാരുകളെ ഇന്ത്യയെ ലെഫ്റ്റ് ഓഫ് ദ സെന്റർ എന്നൊരു പൊസിഷനിലേക്ക് അങ്ങ് പ്രതിഷ്ഠിച്ചു. സെന്റർ പോയിന്റിൽ നിന്ന് അല്പം ഇടത്തോട്ട് മാറിയ ഒരു പൊസിഷൻ, അതായത് ഇടതുപക്ഷം. പക്ഷെ ഇപ്പൊ മോഡി എന്താ ചെയ്തത്? മോഡി വന്നതോടെ അതൊക്കെ മാറി. ഇപ്പൊ റൈറ്റായി, വലതായി, വലതുപക്ഷമായി നമ്മുടെ രാജ്യം. അത് മാത്രമല്ല, വളരെ ശുഭകരമായ ചില നേട്ടങ്ങള് മോദിയുടെ കീഴിൽ ഉണ്ടായിരിക്കുക. അദ്ദേഹത്തെ പറ്റി ലണ്ടനിൽ നമ്മുടെ PRO പറഞ്ഞത് നല്ല ദൃഢശക്തിയുള്ള ഒരാള്, പേശീബലമുള്ള ഒരാള് എന്നാണ് വിശേഷിപ്പിച്ചത്. ചേട്ടാ, അങ്ങനെ ഒരു പ്രൈം മിനിസ്റ്റർ, ഈ വിശേഷണ പദങ്ങളൊക്കെ നൽകുന്ന ജൂലൈ മാസത്തിലാണ്. ഓഗസ്റ്റ് സെപ്റ്റംബർ 17 മോദി 75 വയസ്സ് തികയുന്നത്. ഈ 2 മാസം കൊണ്ട് അദ്ദേഹത്തിന്റെ ശക്തി കുറഞ്ഞു പോകും, അദ്ദേഹത്തിന്റെ ശേഷി ഇല്ലാതാവുമോ എന്നാണ് പറയുന്നത്. ഇനി ആരൊക്കെ പറഞ്ഞാലും, BJPയോ RSSോ ആര് പറഞ്ഞാലും നമ്മുടെ ശശി തരൂർ മോദി വിരമിക്കാറായി എന്നുള്ളത് സമ്മതിച്ചു തരത്തില്ല. അമേരിക്കയേക്കാൾ വലിയ ഒരു വലതുപക്ഷ രാഷ്ട്രമാക്കി മാറ്റിയിട്ട് മാത്രമേ മോദി ഇന്ത്യൻ പ്രധാനമന്ത്രി പദം ഒഴിയാവൂ. ഈ 75 വയസ്സ് എന്നുള്ള ഒരു നിബന്ധന കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഒരു ആശയം സംഘപരിവാരത്തിൽ അവതരിപ്പിച്ചത് വാസ്തവത്തിൽ മോദി തന്നെയാ, നരേന്ദ്രമോദി തന്നെയാ. വാജ്പേയിക്ക് ശേഷം സത്യം പറഞ്ഞാൽ ലാൽകൃഷ്ണ അദ്വാനിക്ക് ഒരു അവസരം ലഭിക്കേണ്ടതായിരുന്നു. അദ്ദേഹമാണ് ഈ രഥയാത്രയൊക്കെ നടത്തി ഇന്ത്യയിലെ BJPയുടെ വളർച്ചയ്ക്കൂടെ ചാരു കയറിയത്. പക്ഷേ അത്രയും കൂടെ കാത്തിരിക്കാൻ മോദിക്ക് പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അദ്വാനി, മുരളി മനോഹർ ജോഷി ഇവരെയൊക്കെ തട്ടി, മുകളിലോട്ട് തട്ടി, കിക്ക് ഇൻ ടു ദ അപ്സ്റ്റേഴ്സ് ഒരു മാർഗനിർദ്ദേശ മണ്ഡലം ഉണ്ടാക്കി, അവിടെ അങ്ങ് പ്രതിഷ്ഠിച്ചു. പക്ഷെ ഈ മണ്ഡലം പിന്നീട് കൂടിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കാർക്കും അറിഞ്ഞുകൂടാ. കൂടേണ്ട ആവശ്യമില്ലല്ലോ. മോദി പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ പിന്നെ ആർക്ക് മാർഗനിർദ്ദേശം നൽകാനാ? 2ാം കിട നേതാക്കളെ പോലും വിട്ടില്ല. സുമിത്ര മഹാജൻ സ്പീക്കറായിരുന്നു. അതുപോലെ കൽരാജ് മിശ്ര, ഇവരൊക്കെ വളരെ പ്രധാനപ്പെട്ട 2ാം നിര നേതാക്കളായിരുന്നു. അവരെ പോലും ഒതുക്കിക്കളഞ്ഞു. നരേന്ദ്രമോദി 2029 വരെ പ്രധാനമന്ത്രി പദത്തിൽ തുടരുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ആഭ്യന്തരമന്ത്രി, മന്ത്രിസഭയിലെ 2ാമൻ അമിത്ഷാ ഒരു കടുകട്ടി പ്രയോഗമാണ് നടത്തിയിരിക്കുന്നത്. അത് ഇതുമായിട്ട് നമ്മൾ കൂട്ടി വായിക്കണം. അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ ഞാൻ പിന്നീട് വേദങ്ങളും ഉപനിഷത്തുകളൊക്കെ പഠിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കും. ഇത് കേട്ടാ തോന്നുക വേദങ്ങളോ ഉപനിഷത്തുകളോ വേണ്ട പോലെ പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടുമല്ല ഈ അമിത്ഷാ ഹിന്ദുത്വ പാർട്ടിയുടെ തലപ്പത്ത് കയറി ഇരിക്കുന്നത് എന്ന് തോന്നിപ്പോവും. അതെന്തുമാവട്ടെ, അദ്ദേഹം അതിനുവേണ്ടി സമയം ചെലവഴിക്കാതെ മാത്രമല്ല ജൈവ കൃഷി നടത്തും.
അതിന്റെ അർത്ഥം എന്തുവാ? ഈ പറയുന്നൊരു വല്ലാത്ത ആപ്പുണ്ട് കേട്ടോ. അതിന്റെ മീനിങ് എന്തുവാ? അമിത്ഷാ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു റിട്ടയർമെന്റ് വേണം ആരാണെങ്കിലും, അത് ആവശ്യമാണ് എന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ് നമ്മുടെ അമിത്ഷാ. മോദി കഴിഞ്ഞാൽ അടുത്തത് ആരെ എന്ന ചോദ്യത്തിന് അമിത്ഷാ ഒരു മറുപടിയായിട്ട് ഉയർന്നു വരാവുന്നതാണ്. 60 വയസ്സേ ആയിട്ടുള്ളൂ. വേണമെങ്കിൽ അദ്ദേഹത്തിന് ഈ 75 വയസ്സ് എന്നുള്ളത് ഒരു റിട്ടയർമെന്റ് പ്രായമായിട്ട് നിശ്ചയിക്കുകയാണെങ്കിൽ പിന്നെയും കിടക്കുകയാണ് 15 വർഷങ്ങൾ. കാര്യം എന്തായാലും ശ്രീ മോഹൻ ഭാഗവതിന്റെ വാക്കുകൾ അങ്ങനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ BJPയുടെ പ്രത്യയശാസ്ത്രപരമായ തീരുമാനങ്ങൾ, അതിന്റെ നിലപാടുകൾ, നയങ്ങൾ, കാഴ്ചപ്പാടുകൾ അതൊക്കെ തീരുമാനിക്കുന്നത് വാസ്തവത്തിൽ RSS ആണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ അല്ല എന്ന് BJP പറയുന്നുമില്ല. ഇന്ത്യയുടെ കാര്യത്തിൽ എന്തൊക്കെയാണ് നടപ്പാക്കേണ്ടത്, BJP വഴി എന്തൊക്കെയാണ് നടപ്പാക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് RSS ആണ്. അവരുടെ വാക്കുകളാണ് അന്തിമമായി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മോഹൻ ഭാഗവത് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. BJPയുടെ പോക്ക് അല്ലെങ്കിൽ ഭരണത്തിന്റെ പോക്കൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ പ്രതിപക്ഷത്തെക്കാൾ RSSന്റെ നേതൃത്വമാണ്. ഇവിടെ അധികാര കേന്ദ്രീകരണം നടക്കുന്നത്, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ RSSന്റെ നിലപാടുകൾക്ക് യോജിക്കാത്ത തീരുമാനങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്, ഇതൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ടാവും, കൃത്യമായിട്ട് ശ്രദ്ധിക്കും. നേതൃത്വത്തിലേക്ക് ചെറുപ്പക്കാർ വരണമെന്ന് RSSന് ആഗ്രഹം ഉണ്ടാവും. അത് മാത്രമല്ല, കുറെ കൂടെ വിശാലമായ അതുപോലെ പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു നേതൃത്വം ഉയർന്നു വരണമെന്ന് RSS ആഗ്രഹിക്കുന്ന തെറ്റില്ല. ഇപ്പൊ ഏതാണ്ട് ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമാണ് BJPയുടെ നേതൃത്വം, അത് മോദിയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തില് BJPയുടെ കാര്യത്തിൽ, BJPയുടെ നേതൃത്വത്തിന്റെ കാര്യത്തിൽ, ഭരണ നേതൃത്വത്തിന്റെ കാര്യത്തിൽ RSS വ്യത്യസ്തമായ ഒരു നിലപാട്, ഒരു പുതിയ സമീപനം, ആ സമീപനം അവരുടെ നിലപാടുകളിൽ നിന്നും മാറിക്കൊണ്ടുള്ളതായിരിക്കില്ല. പക്ഷേ വേറിട്ടൊരു ചിന്ത RSSന്റെ ഭാഗത്ത് ഉണ്ടായാൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. ഏതായാലും മോഹൻ ഭാഗവതിന്റെ ഈ പ്രസ്താവന BJPയിൽ ഒരു അന്താളിപ്പുണ്ടാക്കിയിട്ടുണ്ട്. ചിലർ സന്തോഷത്തില, പ്രതീക്ഷയില്ല. അത് വളരെ സ്വാഭാവികവുമാണ്. ചില BJP നേതാക്കൾ പറയുന്നത് മോഹൻ ഭാഗവത് മോദിയേക്കാൾ മുമ്പ് 75 വയസ്സ് പൂർത്തിയാക്കും. അത് സെപ്റ്റംബർ 11-ാം തീയതിയാണ്. മോദിയുടെ ജന്മദിനത്തിന് 6 ദിവസം മുമ്പാണ്. ഭാഗവതി പറഞ്ഞത് അദ്ദേഹത്തെ കുറിച്ച് തന്നെയാണെന്ന് ഇവർ വാദിക്കുന്നുണ്ട്. ചിലപ്പോൾ ശരിയായിരിക്കാം, അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, 75 വയസ്സ് എന്ന ഒരു തീരുമാനത്തിന്റെ പുറത്ത് മോഹൻ ഭാഗവത് സർസംഘചാലക് പദവി ഉപേക്ഷിക്കുകയാണെങ്കിൽ, വിരമിക്കുകയാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട, അതൊരു സൂചന തന്നെയായിരിക്കും. ആ അളവുകൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബാധകമായിരിക്കും, സംശയം വേണ്ട.